വെൽക്കം ടു ധൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ധന്നിലൂടെ എന്താണ് ഡിമാറ്റ് ആൻഡ് SOA എന്ന് പറയുന്നത് എന്താണ്, ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, SOA അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. സോ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാറ്റ് അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ധന്നിലൂടെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഈക്വിറ്റീസ് ആയിക്കോട്ടെ, ബോണ്ട്സ് ആയിക്കോട്ടെ, ETFs ആയിക്കോട്ടെ, കമോഡിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം എവിടെയാണ് സ്റ്റോർ ആകുന്നത്? ഇതെല്ലാം ഡെപ്പോസിറ്ററിയിൽ ഇലക്ട്രോണിക്കലി നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് മെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റിൽ നിന്നും മാറ്റി ഇലക്ട്രോണിക്കലി അതൊക്കെ സേവ് ആകുന്നു. അതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഹോൾഡിങ്സ് എല്ലാം, നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഹോൾഡിങ്സ്, അതിപ്പോൾ ഡിഫറെൻറ്റ് വേരിയഡ് ഹോൾഡിങ്സ്, അതിപ്പോൾ ഇക്വിറ്റീസ് ആവാം, ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഇക്വിറ്റീസ്, നമ്മൾ വാങ്ങുന്ന എല്ലാ സ്റ്റോക്സിൻ്റെയും ഷെയർസിൻ്റെ ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താ പറയുക ലൈവ് റിപ്പോർട്ടിംഗ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതേമാതിരി നിങ്ങൾ ബോണ്ട്സിൽ, ഡിബെഞ്ചേഴ്സും അതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, സേവിങ്സിന് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഡിമാറ്റ് ഫോർമാറ്റിൽ ഇതെല്ലാം ഒരേ ഡെപ്പോസിറ്ററിയിൽ തന്നെ സ്റ്റോർ ആകുന്നത് കൊണ്ട് നമുക്ക് ഡേറ്റ മുഴുവനും നമുക്ക് കൃത്യമായിട്ടും അപ് ടു ഡേറ്റ് ആയിട്ട് റിയൽ ടൈമിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ബട്ട് SOA കംസ് ടു SOA എന്ന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് എല്ലാ ട്രേഡബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും മോസ്റ്റ്ലി എവിടെയാണ്? ഡിമാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. SOA എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിന് മാത്രം 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിമെറ്റീരിയലൈസ്ഡ് ഫോർമാറ്റ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനിയൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് കോൾഡ് SOA. ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഡിമാറ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ നേരിട്ട് നമ്മളിപ്പോൾ ബാങ്കിൽ നമ്മുടെ ബാങ്ക് നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് വഴി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ഒരു ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ്സ് മൂലം നമ്മൾക്ക്, അല്ലെങ്കിൽ അവരാണ് AMC എന്ന് പറയുന്നത്, അസറ്റ് മാനേജ്മെന്റ് കമ്പനി, അവിടെ നിന്ന് നമ്മൾ നേരിട്ട് ഡിമാറ്റ് അക്കൗണ്ട് മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. അത് അവരുടെ കീഴിലൂടെ മാത്രമേ നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കത്തുള്ളൂ. നമുക്ക് ഡിമാറ്റിലൂടെ നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കത്തില്ല. ഒരിക്കൽ നിങ്ങൾ പർച്ചേസ് ചെയ്തു, രണ്ടാമത് വീണ്ടും പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ നമുക്ക് തരുന്ന പ്ലാറ്റ്ഫോംസോ അത് നേരിട്ടോ അതല്ല അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ ഒക്കെ നമുക്ക് അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെലുത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടാകും. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആണോ നല്ലത്, അല്ലെങ്കിൽ ഇതേ മ്യൂച്വൽ ഫണ്ട് തന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്കും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഡിമാറ്റ് അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും എളുപ്പമായി മറ്റെല്ലാ പോർട്ട്ഫോളിയോ ലിസ്റ്റിന്റെ കൂടെയും നിങ്ങൾക്ക് ഡിമാറ്റിനെയും ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനെ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷണലി ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് എന്താണ്? ഡിമാറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ റീപ്ലഡ്ജ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്ന് മാർജിൻ എടുക്കാം. നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്ത് മാർജിൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്സിൽ നിങ്ങൾക്ക് റീഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഇത്തരം ഫീച്ചേഴ്സ് ഒന്നും SOA അക്കൗണ്ട്സിൽ, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? AMCs ആണ്. AMCs എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഇപ്പോൾ HDFC ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി, HDFCക്ക് തന്നെ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, SBIക്ക് ഉണ്ട്, ആക്സിസ് ബാങ്കിനുണ്ട്, ICICIക്ക് ഉണ്ട്, സോ മോത്തിലാൽ ഓസ്വാൾ, ഇങ്ങനെ ഡിഫറെന്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന മെത്തേഡിലാണ് നിങ്ങൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലഡ്ജിങ് ഫെസിലിറ്റീസ് ഒന്നും നിങ്ങൾക്ക് അവിടെ ലഭിക്കത്തില്ല. അത് മാത്രമല്ല കൺവീനിയൻസ് ഓഫ് ട്രാക്കിംഗ്
യുവർ മ്യൂച്വൽ ഫണ്ട് ഇൻ റിയൽ ടൈം. നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പത്ത് തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിന്റെ അപ് ടു ഡേറ്റ് NAV എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് അസറ്റ് വാല്യൂ. നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈക്വിറ്റിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ NAV എന്ന് പറയുന്നത്. ഓരോ ദിവസവും മ്യൂച്വൽ ഫണ്ടിന്റെ NAV, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി മ്യൂച്വൽ ഫണ്ട്, അതിനെയാണ് നമ്മൾ NAV എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ പിന്നെ നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എമൗണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് എന്താ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ഇതിലേക്ക് നമുക്ക് എന്താ വേണം, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ വേണം നമുക്ക് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ അവർ മൊബൈൽ ആപ്ലിക്കേഷൻ. സ്ക്രീനിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നോക്കാം, ഹോം സ്ക്രീനിൽ തന്നെ ഹോം, സ്റ്റോക്ക്, ഓപ്ഷൻ, മ്യൂച്വൽ ഫണ്ട്സ്. അത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ക്ലിക്ക് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കീംസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. സോ അതിൽ തന്നെ നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ടിനെ എങ്ങനെ നമ്മുടെ ഡിമാറ്റ് SOയിൽ നിന്നും എങ്ങനെ നമുക്ക് ഡിമാറ്റിലേക്ക് മാറ്റാം എന്നുള്ളതും, പുതിയ പ്രീവിയസ് ബ്രോക്കേഴ്സിൽ നിന്നും നമ്മുടെ കറണ്ട് തന്നിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള വീഡിയോയും ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ടോപ്പിക്. സോ ഇതിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടൊരു ഡിമാറ്റിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഡിമാറ്റിലൂടെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതിനകത്ത് തന്നെ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹൈ റിട്ടേൺ ആണ്, ഇൻഡെക്സ് ഫണ്ട്, ടോപ്പ് റേറ്റഡ് സ്കീം, ലിക്വിഡ് സ്കീം, ഇൻവെസ്റ്റ് വിത്ത് മിനിമം എമൗണ്ട് വൈസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന മെത്തേഡ്സ്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഹൈ റിട്ടേൺ സെലക്ട് ചെയ്തു. നിപ്പോൺ ലാർജ് ക്യാപ്പ് സിംപ്ലി, ഇപ്പോൾ അത് 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, ഗ്രോത്ത് ഫണ്ടാണ്, 5 ഇയർ റിട്ടേൺ, നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഫണ്ട്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ്, ഇതിപ്പോൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് വന്നു. ദെൻ കംസ് ടു മിഡ് ക്യാപ്പ് ഫണ്ട് വന്നു. മിഡ് ക്യാപ്പ് ഫണ്ടിൽ എനിക്കിപ്പോൾ ഈ ഒരു ഫണ്ട് ഞാൻ സെലക്ട് ചെയ്തു. മോത്തിലാൽ ഓസ്വാളിൻ്റെ ഒരു ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടി സെലക്ട് ചെയ്തു. പ്രൊവൈഡഡ്, നിങ്ങൾ ശ്രദ്ധിക്കുക, മ്യൂച്വൽ ഫണ്ട് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ആപ്പിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. സിമ്പിളാണ്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ ഹെഡർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആക്ടിവേറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP വരും. അതനുസരിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇവിടെ വന്നു. എനിക്ക് എൻ്റെ പെർഫോമൻസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ കഴിയുന്നു. ജസ്റ്റ് ഐ വോണ്ട് ടു മേക്ക് ആൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഡിമാറ്റ് എന്ന് ഇവിടെ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഡിമാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ SOA എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സിലൂടെ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് മേടിക്കാം. പക്ഷേ ഏതാണ് നല്ലത്? നിങ്ങൾക്ക് നല്ലത് എന്നാൽ കൂടുതൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഹോൾഡിംഗ് നിങ്ങൾക്ക് ട്രാക്കിങ്ങിനും മറ്റൊക്കെ ഉപകാരപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഡിമാറ്റിലൂടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. സോ ഡിമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് SIP മോഡലിലാണോ അല്ല വൺ ടൈം ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിലിപ്പോൾ SIP ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 2500 എന്ന് കാണിക്കുന്നു. അതിനർത്ഥം എന്താണ്? 2500 ആണ്, അത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. അതിനർത്ഥം നിങ്ങൾക്ക് 2500 ആണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നൊന്നും അല്ല. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് മിനിമം എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ, ഓട്ടോമാറ്റിക്കലി അത് 500ലേക്ക് മാറി. മിനിമം എത്രയാ? 500. അതിന്റെ ടെനർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്ന? മന്ത്ലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, ഡെയിലി. ഇതിപ്പോൾ അത് ഡിഫോൾട്ട് ടിക്ക് ആയിരിക്കുന്നത് മന്ത്ലി ആണ്. വേണമെങ്കിൽ അത് വീക്ക്ലി ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ അത് ഡെയിലി ആയിട്ടാണെങ്കിൽ ഡെയിലി ആയിട്ട് മാറ്റാം. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് മിനിമം എമൗണ്ട് മാറ്റാം. സോ വീണ്ടും നമുക്ക് ഇതിപ്പോൾ മിനിമം എമൗണ്ട് ക്ലിക്ക് ചെയ്ത് മിനിമം എമൗണ്ട് വന്നു. മിനിമം എമൗണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് ഒരു വൺ ടൈം ആയിട്ട് നിങ്ങളൊരു ലംസം എമൗണ്ട്, സേ ഫോർ എക്സാമ്പിൾ ഒരു 1 lakh rupees നിങ്ങൾ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം ക്ലിക്ക് ചെയ്യാം. വൺ ടൈം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വൺ ടൈം ആയിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഓക്കെ, ഞാനിപ്പോൾ ഇതാ തിരിച്ച് വന്നു. വൺ ടൈം കൊടുത്തു മിനിമം ഇൻവെസ്റ്റ്മെന്റ് 500 കൊടുത്തു. തൊട്ട് താഴെ നിങ്ങൾ നോക്കൂ, ഇൻവെസ്റ്റ് ഇൻ ദിസ് ഫണ്ട് വിൽ ബി ഇൻ ഡിമാറ്റ് ഫോർമാറ്റ്.
വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഡിമാറ്റ് ഫോർമാറ്റിലാണ് നിങ്ങളുടെ ഈ ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സോ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് നൗ ക്ലിക്ക് ചെയ്യുക. ഇൻവെസ്റ്റ് നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്കൊരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്യാം. OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? നമുക്ക് ഡിമാറ്റിലേക്ക് നമ്മുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ആഡ് ആകുന്നു. ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ എളുപ്പം? പിന്നെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് നേരെ എവിടെ പോകാം? പ്ലഡ്ജിലേക്ക് പോകാം. നമുക്ക് മണി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലഡ്ജിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ഇവിടെ ഏറ്റവും മണി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. മണിയിൽ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് നോക്കൂ, റിയൽ ടൈം മണി, മാനേജ്, ഫണ്ട്, വിഡ്രോവൽ. സോ ഇത് നോക്കൂ, ഗെറ്റ് ഇൻസ്റ്റന്റ് മാർജിൻ ബെനിഫിറ്റ് എന്നൊരു ബട്ടൺ കണ്ടോ? പ്ലഡ്ജ് ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഫോർ ബെനിഫിറ്റ്സ്, ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്ലഡ്ജ് യുവർ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്, ഗെറ്റ് മാർജിൻ അല്ലെങ്കിൽ ഡിസ്കവർ ഹയസ്റ്റ് മാർജിൻ ബെനിഫിറ്റ്സ്, അത് ഏതൊക്കെയാണ് മാർജിൻ ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. പ്ലഡ്ജ് യുവർ സ്റ്റോക്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് ഗെറ്റ് മാർജിൻ കൊടുത്തു കഴിയുമ്പോഴേക്കും അതിന്റെ പ്രോസസ്സിൽ നിങ്ങൾ ഒരു OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് അതിന്റെ മാർജിൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഡിമാറ്റ് അക്കൗണ്ടിലൂടെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലുള്ള ഗുണം. SOAയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാക്കിംഗ് ഫെസിലിറ്റി, ക്വിക്കായിട്ടുള്ള ട്രാക്കിംഗ് ഫെസിലിറ്റീസോ ഈ മാർജിൻ നമുക്ക് പ്ലഡ്ജ് ചെയ്ത് മാർജിൻ എടുക്കുന്ന അത്യാവശ്യത്തിന് നമുക്ക് ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ 2, 3, 5 കൊല്ലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയെന്ന് വെച്ചോളൂ. അത് ഓവർ പീരിയഡ്, ഇപ്പോൾ ഒരു 5 ഇയേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 3 ഇയേഴ്സ് വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അതൊരു ലംസം എമൗണ്ട്, ഉറപ്പായിട്ടും ഒരു ലംസം എമൗണ്ട് ആകും. ആ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ എമൗണ്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് വേണമെന്ന് വെച്ചോളൂ. നമ്മുടെ പേഴ്സണൽ നീഡ്സ്, റിക്വയർമെന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് ഫണ്ട് റെഡി ഇൻ ഹാൻഡ് പോലെയാണ്. ഒരു ലോൺ എടുക്കുന്നത് പോലെ. ലോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ? സിമ്പിൾ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്താ പറയാ, സിംപ്ലി അതിൽ ക്ലിക്ക് ചെയ്യുക, പ്ലഡ്ജ് ചെയ്യുക, എത്ര എമൗണ്ട് വേണം. ഡിഫോൾട്ട് ആയിട്ടൊന്നും വരുന്നതല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണ്. നമുക്ക് എത്ര എലിജിബിൾ ആണോ അതിൽ നിന്നും നമ്മൾ മാക്സിമം എലിജിബിലിറ്റി എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന തുക മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യത്തിന് എടുക്കാം. അതിന് റീപേയ്മെന്റിനൊന്നും നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഒന്നുകിൽ അത് മെച്യൂർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിഡക്ട് ചെയ്ത് പോയിട്ട് ഉള്ള ബാലൻസ്, അതിന്റെ ഇൻട്രസ്റ്റ് എല്ലാം പോയിട്ട് ബാലൻസ് എമൗണ്ട് നമുക്ക് കിട്ടും. നമുക്ക് ഇതൊരു ലോണാണ്, പക്ഷെ അതൊരു സേഫർ സൈഡ് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മാറും. സോ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം പോസിറ്റീവ് വശങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലഡ്ജിങ് ഫോർമാറ്റിനുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നാളെ നമ്മൾ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ്സിന്റെ അളവ് കുറയും. ദാറ്റ്സ് ഒൺലി സ്വാഭാവികമാണല്ലോ. നമ്മൾ ഏത് കാര്യവും നമുക്ക് അതൊരു മെച്യൂർഡ് ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യാനും ഒക്കെ ഇതൊരു പ്രാക്ടിക്കൽ സൈഡ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സോ നിങ്ങളുടെ വൈസ് ഡിസിഷൻ മേക്കിങ്ങിലൂടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക. അത് ഇക്വിറ്റിയിലാണെങ്കിലും ബോൺസിലാണെങ്കിലും ETFസിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലും എല്ലാറ്റിനും നിങ്ങൾ ധൻ ഉപയോഗിക്കുക. ധൻ ഈസ് ദി only application that help you with highest standard of support, highest standard of quality എല്ലാം നിങ്ങൾക്ക് ധൻ നൽകുന്നുണ്ട്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക, ടൈപ്പ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.